സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നീക്കിയിരുപ്പ് തുകയിൽ മുൻ ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച ഫണ്ട് ഭാവി ആവശ്യങ്ങൾക്ക് അധിക സഹായം വേണമെന്നതിലടക്കം കൃത്യമായ കണക്കുകൾ നൽകണം. കേന്ദ്രത്തിനും കൂടി വിശ്വാസയോഗ്യമായ ഏജൻസിയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമെന്നും ഹൈക്കോടതി അറിയിച്ചു. ഡിസംബർ 10 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നീക്കിയിരുപ്പായി ഉള്ളത് 700 കോടി എന്നാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. എന്നാൽ ഈ 700 കോടിയിൽ 638 കോടി രൂപയും സർക്കാരിന്റെ മുൻ ഉത്തരവുകൾ പ്രകാരം മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ 61.53 കോടി രൂപ മാത്രമാണ് നിലവിലൊരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ഉപയോഗിക്കാനായിട്ടുള്ളതെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. എന്നാൽ ഈ കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൈവശം തുകയുണ്ട്, പക്ഷേ ഭാവി നോക്കി ചെലവഴിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ആരും പണം നൽകാൻ പോകുന്നില്ലെന്നും പരിഹാസ രൂപേണ കോടതി വിമർശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരുപ്പ് തുകയിൽ മുൻ ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച പണത്തിന്റെ ക്രോഡീകരിച്ച കണക്ക്, വയനാടിനായി അധിക സഹായം എത്ര വേണം എന്നതിലടക്കം വ്യക്തത വരുത്തണം. കൂടാതെ കേന്ദ്രത്തിന് കൂടി വിശ്വാസയോഗ്യമായ ഏജൻസിയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 18-ന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥം വഹിക്കുകയാണ് ഉദ്ദേശമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡിസംബർ 11 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 682 കോടി വന്നുവെന്നും എന്നാൽ ഇത് മാത്രം പോരാ പുനരധിവാസത്തിനെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7.65 കോടി രൂപ മാത്രമാണ് സർക്കാർ ചെലവഴിച്ചതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ജനം, കൊച്ചി.